തന്ത്രം ഉപയോഗിക്കാൻ, തന്ത്ര എന്ന് പറഞ്ഞ മന്ത്രങ്ങളിൽ കൂടെയുള്ള ഒരു ഉപാസനയാണല്ലോ. അപ്പൊ അത് ഉപയോഗിക്കാൻ നമ്മൾക്ക് പ്രത്യേക ഒരു പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതായത് ഗുരുവിന്റെ കീഴിൽ അത് കൃത്യമായിട്ട് പഠിക്കണം. അതായത് ഇത് ഫോളോ ചെയ്ത് വരുന്ന ഒരാൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അപ്പോഴത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ടെക്നിക്ക് എങ്ങനെയാ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അതിനുവേണ്ടി ഒരു തന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തില് പൂജകൾ ചെയ്യുന്ന ഒരാൾ എന്നാണ് പെട്ടെന്ന് നമ്മളിലേക്ക് വരിക. അതെ, പൊതുവേ നമുക്ക് തന്ത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ക്ഷേത്രത്തിൽ വന്നിട്ട് തന്ത്രി പൂജ ചെയ്യുക. ഇത് എക്സാക്ട്ലി ഇത് ശരിക്കും നമ്മൾ ശുദ്ധമായിട്ടുള്ള തന്ത്രമല്ല. അതായത് ഇപ്പം നമ്മൾ ക്ഷേത്രതന്ത്രം എന്നൊക്കെ പറയുന്നതിനകത്ത് വൈദിക മന്ത്രങ്ങൾ, ആഗമത്തിലെ ആഗമവാക്യങ്ങൾ എന്നൊക്കെ പറയും, അത് പിന്നെ അതുപോലെ ബീജാക്ഷര മന്ത്രങ്ങൾ. ഈ ബീജാക്ഷര മന്ത്രവും മുദ്രയും തന്ത്രശാസ്ത്രത്തിൻ്റെയും, വേദമന്ത്രങ്ങൾ വൈദികത്തിൻ്റെ ഭാഗമായിട്ടും ആഗമശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള വാക്യങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ കേരളത്തിലൊക്കെ ക്ഷേത്രത്തിൽ തന്ത്രമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇത് ഈശാന ശിവ ഗുരുദേവ പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിനകത്ത് 3 വോളിയം ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തന്ത്രസമുച്ചയം, ശേഷസമുച്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പ്രാമാണിക താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. അതൊരു മിശ്രമാണ്, അത് റിയൽ തന്ത്രമല്ല. ഇതിനകത്ത് തന്ത്രത്തിൻ്റെതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്, ബീജാക്ഷരങ്ങളും മുദ്രകളും ഒക്കെ വെച്ചിട്ട് വരുന്നത്. ഇപ്പോൾ വേദത്തിൽ നമുക്ക് ഷോഡശ സംസ്കാരം ഉണ്ടല്ലോ, അറിയില്ല, നമ്മൾ ഉപനയനം കഴിക്കുക, പേരിടൽ, ഇങ്ങനെ ഇതേപോലെ തന്ത്രത്തിൽ ഷോഡശ സംസ്കാരമുണ്ട്. അതിനകത്ത് നമ്മൾ വേദമന്ത്രങ്ങൾക്ക് പകരം അതിനകത്ത് നമ്മൾ മഹാനിർവാണ തന്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ബീജാക്ഷരങ്ങളെ ഉപയോഗിച്ചിട്ട്, ബീജാക്ഷര മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഷോഡശക്രിയകൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തന്ത്രത്തിൻ്റെതായിട്ടുള്ളൊരു തനതായ ഒരു രീതിയുണ്ട്. അത് പക്ഷേ ഇന്ന് നമുക്ക് ശുദ്ധമായിട്ടുള്ളൊരു തന്ത്രത്തിൻ്റെ ക്രമം പല സ്ഥലത്തും അവൈലബിൾ അല്ല ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഈ തന്ത്ര എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇതെല്ലാം നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ശരീരമാണ് നമുക്ക് ഇതിനകത്ത് പ്രാധാന്യമായിട്ടുള്ളത്. ശരീരത്തിലെ ഓരോ ഉത്തേജിപ്പിക്കുക. അവയവങ്ങൾക്ക് അപ്പുറം നമ്മളെ ചിന്തകൾ. ഇപ്പം നമുക്ക് എങ്ങനെയാണ്, ഇപ്പം ഒരാൾ എന്താ പറയുക, പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് ഇന്ന് രാവിലെ ഞാൻ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരാമെന്ന് പറഞ്ഞിട്ട് ആരും പോവില്ലല്ലോ. നമുക്ക് എവിടെയോ പാളിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിലൊക്കെ പോയി പെടുന്നത്. അത് പാളാതെ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ. അത് ഓരോ കാര്യത്തിനും ഓരോ മന്ത്രമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് സ്വായത്തമാക്കാൻ പറ്റും. അങ്ങനെയാണ് മന്ത്രം വർക്ക് ചെയ്യുക. അപ്പോൾ ശബ്ദത്തിന് പവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തായാലും ഉണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നു, മാഡം കേട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ചീത്ത പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിരിക്കില്ല. അപ്പോൾ രണ്ടും ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ വേറെയാണല്ലോ. ഒന്ന് ഇരിക്കുന്നുണ്ട്, മറ്റത് എണീറ്റ് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ തിരിച്ച് ചീത്ത പറയും. നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളതും ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് നമ്മളത് മാറ്റണം. നമ്മളിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ജന്തുക്കളിലും ഒക്കെ മാറ്റം ഉണ്ടാക്കുമല്ലോ. അപ്പം ഈ സൗണ്ട് എനർജി ബേസ് ചെയ്തിട്ടാണ് ഈ മന്ത്രം മൊത്തം വർക്ക് ചെയ്യുന്നത്. നന്ദി സർ.